Hi friends, welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇതിനു മുന്നേ ഞാനൊരു ബാപ്റ്റിസത്തിൻ്റെ ഡ്രസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മകൻ്റേതായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും വേറെ ഏതൊരു ഡ്രസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ഞാനതൊരു പേസ്റ്റൽ ഷെയ്ഡിലാണ് ചെയ്തത്. നോർമലി ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കളേഴ്സാണ് പേസ്റ്റൽ ഷെയ്ഡ്സ്. ഒരുപാട് ആൾക്കാർ ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോർമലി ഏതൊരു ഫംഗ്ഷനോ വേണേലും ചെറുതായാലും വലുതായാലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന കളേഴ്സാണ്. അതിൻ്റെ ഡിസൈനും ഞാൻ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൽ ഡിസൈൻ പാറ്റേൺ വരുന്നത് ത്രെഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല. ഫുള്ള് ബീഡ്സും സ്റ്റോൺസും സർദോസിയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം എംബ്രോയ്ഡറി ഒക്കെ ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ അതിൽ ബീഡ്സ് തുന്നുന്നത് മാത്രം കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ബാക്കിയെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡിസൈൻ വരുന്നത്. ഒരു ആഷും ലൈറ്റ് ബ്ലൂവും കൂടെ മിക്സ്ഡ് വരുന്ന ഒരു പേസ്റ്റൽ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്ക് വരുന്നത് യോക്കിലും പിന്നെ രണ്ട് സ്ലീവ്സിലുമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു യോക്കിൻ്റെ ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം. ഈ നെക്ക് മുതൽ ഇവിടെ വരെ ഒരു 11.5 ഇഞ്ച്, അത് ഓരോരുത്തരുടെ ഹൈറ്റിനനുസരിച്ചിട്ട് നമുക്കെടുക്കാം. ഈ ഒരു ഡ്രസ്സിൽ ഞാൻ ചെയ്തത് ഇത്രയാണ്. പിന്നെ നെക്കിൻ്റെ പോർഷൻ വരുന്നത് 11 ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാർട്ടും ഇത് നമ്മളുടെ വണ്ണത്തിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഇതിൽ ഞാൻ 11.5 ആണ് എടുത്തിരിക്കുന്നത്. നമുക്കതിൻ്റെ വർക്ക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് പാറ്റേൺസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ഇവിടെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലായിട്ട് കുറച്ച് സ്റ്റോൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ പേളും ഔട്ടറിൽ കൂടെ ചെറിയ കട്ട് ബീഡ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ സ്റ്റോൺസിൻ്റെയും ഇടയിലൂടെയായിട്ട് സർദോസി ചെറിയ ലീഫ് വരുന്നത് പോലെ 3 സർദോസികളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു പാറ്റേൺ വരുന്നത് ഇതിൽ നമ്മൾ ട്യൂബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ട്യൂബ്സും പിന്നെ അതിൻ്റെ ഔട്ടറിലായിട്ട് മേളിലായിട്ട് കുറച്ച് പേൾസ് ഉണ്ട്. അതിൻ്റെ ഔട്ടറിൽ കൂടെ കട്ട് ബീഡ്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഇവിടെ ഒരു 3 വന്നിട്ട് മേളിലേക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് വരുന്നത് പോലെയാണ് ഒരു 6 ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പാറ്റേൺ വരുന്നത് ഈ സ്റ്റോൺസ് മാത്രം ജസ്റ്റ് ഇങ്ങനെ ഇതിൻ്റെ ഇടയിലൂടെ ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഈ ചെറിയ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനും കൂടെ, അതായത് ഒരു ചെറിയ പേളും പിന്നെ അതിൻ്റെ ഔട്ടറിലായിട്ട് ഒരു സർദോസിയും കൂടെയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഫ്രണ്ടത്തെ പോർഷനിൽ വരുന്ന വർക്ക്. അപ്പോൾ ഈ സെയിം വർക്ക് തന്നെ നമ്മൾ 2 സ്ലീവ്സിലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ ചെയ്തിരിക്കുന്ന ആ 2 ഫ്ലവേഴ്സും പിന്നെ ഈ ട്യൂബ്സ് വരുന്ന ഡിസൈനുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിസൈൻസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ചുരിദാറിൻ്റെ ഡീറ്റെയിൽസിൽ മോണോക്രോം തീമിലാണ് ചെയ്തിരിക്കുന്നത്. സെയിം ദുപ്പട്ടയും ടോപ്പും ബോട്ടും എല്ലാം സെയിം കളറാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട സോഫ്റ്റ് നെറ്റിൽ മിഷൻ എംബ്രോയ്ഡറി വരുന്ന ഡിസൈനാണ്. കുറച്ച് ഫ്ലവേഴ്സും പിന്നെ കുറച്ച് ലീവ്സൊക്കെ വരുന്നത് പോലത്തെ പാറ്റേൺസ് ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡിസൈൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിത് വൈറ്റ് പേൾസ് വെച്ചിട്ടുണ്ട്. ചെറിയ പേൾസാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ചെറിയ പേൾസ് ഉണ്ട് എടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു വൈറ്റ് സ്റ്റോൺ ആണ്. ഇതിൻ്റെ ഔട്ടറിലൂടെ ഒരു ഗോൾഡൻ കവറിങ് വരുന്നത് പോലെയാണുള്ളത്. പിന്നെ യൂസ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഷെയ്ഡിലുള്ള ഒരു ഗോൾഡൻ സർദോസി ഉണ്ട്. പിന്നെ കട്ട് ബീഡ്സും. ഇത്രയും ഐറ്റംസാണ് നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി വർക്കിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളത് ഫസ്റ്റ് ഇവിടുത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ ട്യൂബ്സാണ് സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നത്. ഞാൻ ഓൾറെഡി കാണിച്ചിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെറിയ നീറ്റിൽ വെച്ചിട്ട് നമുക്ക് ഓരോ ട്യൂബ്സും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നമ്മളിത് ഒരു സൈഡിൽ 4 ട്യൂബ് വരുന്നത് പോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ഷേപ്പാണ് വരുന്നത്. ബാക്കി 3 ഈ ഒരു ലെയറിൻ്റെ താഴേക്ക് 2 ലെയറിൻ്റെ താഴേക്ക് 3 വീതം നമുക്ക് ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിൻ്റെ തൊട്ട് ആദ്യത്തെ ചെയ്തിട്ട് നമ്മൾ രണ്ടാമത്തെ ചെയ്യുമ്പോൾ
കുറച്ചൊന്ന് നീഡിൽ ഇവിടെ കുറച്ച് മാറ്റി സ്റ്റിച്ച് ചെയ്യണം. നമ്മളിങ്ങനെ ഒരു ഷേപ്പിൽ വരുമ്പം കറക്റ്റ് ഇതെല്ലാം അടുത്തടുത്ത് വരണമെങ്കിൽ നമ്മൾ സ്റ്റിച്ച് കുറച്ച് മാറ്റി ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ഷേപ്പിൽ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള അത്രയും ലേയേഴ്സ് കൊടുക്കാം കേട്ടോ. 3 എണ്ണം ആണെങ്കിൽ അതായാലും മതി. പിന്നെ ഇതിൻ്റെ സെൻറ്റർ, ഇതിൻ്റെ മുകളിലായിട്ട് ഇവിടെ നമ്മളൊരു ചെറിയ വൈറ്റ് പേൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിനി ഈ പേൾസിൻ്റെ ഔട്ടറിലൂടെ കട്ട് ബീഡ്സാണ് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ഔട്ടറിലൊരു 6-7 കട്ട് ബീഡ്സ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പേൾസിൻ്റെ ഔട്ടറിലൊരു റൗണ്ട് ഷേപ്പിൽ കിട്ടും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇത് സൈഡിലായിട്ട് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് ഇവിടെയും 2 എണ്ണം കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് ഈ പാർട്ടിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സ്റ്റോൺസ് ആണ്. അപ്പോൾ ഞാൻ ഗ്ലൂ വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. ജസ്റ്റ് ആദ്യം നമ്മൾ സെൻറ്ററിൽ ഒരെണ്ണം കൊടുക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ഔട്ടറിലൂടെ നമുക്കൊരു 6 സ്റ്റോൺസ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും സെൻറ്ററിലായിട്ട് നമുക്ക് ആ വൈറ്റ് പേൾസും കൂടെ ചെയ്തെടുക്കാം.
ഇനി നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെയും ഇടയിലൂടെയായിട്ട് നമ്മൾ സർദോസ് ചെയ്തെടുക്കുകയാണ്. ഒരു ലീഫിൻ്റെ ഷേപ്പ് വരുന്നത് പോലെ ജസ്റ്റ് നമ്മളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 പാറ്റേണിലുള്ള ഫ്ലവേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിതിൻ്റെ ഇടയിലൂടെ പേൾസ് ആണ് കൊടുക്കുന്നത്. ഞാനത് വൈറ്റ് പേളാണ് ചെയ്യുന്നത്. അതിൻ്റെ ഔട്ടറിലൂടെ നമ്മളൊരു സർദോസിയും കൂടെ കൊടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഒരു സിംഗിളായിട്ടുള്ള വർക്കാണ്. ഇതൊന്ന് ഫില്ല് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിസൈൻ നമ്മളിതിൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഔട്ടറിൽ നമുക്ക് ഈ സർദോസയും കൂടെ ചെയ്ത് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അത്യാവശ്യം എംബ്രോയിഡറി അറിയാവുന്നവരൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ ചെയ്ത് തരണമെങ്കിൽ സർവീസാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡിസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അയച്ചു തന്നാൽ മതി. കളറും ഡിസൈനൊക്കെ നോക്കിയിട്ട് നമ്മൾ അത് ചെയ്തു തരുന്നതാണ്. പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ ഒരുപാട് വീഡിയോസ് ഇടാത്ത ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം.